കേരളത്തിൽ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായാണ് ഇടതു സർക്കാർ ചരക്ക് സേവന നികുതി ബില്ലിലെ നിലപാട് വ്യക്തമാക്കുന്നത്. ഉപഭോക്തൃ സംസ്ഥാനം എന്ന നിലയിലും സേവന പ്രധാനമായ സംസ്ഥാനം എന്ന നിലയിലും ചരക്ക് സേവന നികുതി ബിൽ കേരളത്തിന് നേട്ടമാണെന്ന് തോമസ് ഐസക് പറഞ്ഞു. GST വരുമ്പോൾ സേവന നികുതി കൂടി സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെടും. യഥാർത്ഥത്തിൽ വാറ്റിനേക്കാൾ നികുതി അധികാരം ഒരർത്ഥത്തിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചില കാര്യങ്ങളിൽ ആശങ്കയും ശക്തമായ വിയോജിപ്പുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട വിമർശനം GST കൗൺസിൽ, ആ കൗൺസിലിന് ഫലത്തിൽ കേന്ദ്ര സർക്കാരിന് വീറ്റോ അധികാരം കിട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്ത ഒരു മാറ്റം GST കൗൺസിലിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. നികുതി നിരക്ക് നിശ്ചയിക്കാത്തതാണ് മറ്റൊരു പ്രശ്നം. കേന്ദ്രത്തെക്കാൾ ഉയർന്ന നിരക്കാണ് സംസ്ഥാനത്തുള്ളത്. ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചിട്ടുമുണ്ട്. നിരക്ക് ഇനിയും ഉയർത്തണമെന്നതാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. GST കണക്കുകൾ സൂക്ഷിക്കുന്ന കമ്പനിയിലെ സ്വകാര്യ പങ്കാളിത്തത്തിലും കേരളം കേന്ദ്രത്തെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. അതേസമയം ബില്ലിനെ എതിർക്കുന്ന കോൺഗ്രസ് നിലപാട് രാഷ്ട്രീയ പ്രേരിതമാണ്. അടിസ്ഥാനപരമായ വിയോജിപ്പുകളെല്ലാം CPM കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട്. ബില്ല് സഭയിലെത്തുമ്പോൾ CPM പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1, ഡൽഹി.